dear friends, welcome to Happy Beats TV. സുഖമല്ലേ എല്ലാവർക്കും? നമ്മളുടെ ഇന്നത്തെ വീഡിയോ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹെയർ പാക്ക് ആണ്. അപ്പോൾ നമ്മളുടെ ഹാപ്പി ബീറ്റ്സ് TV ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് റൈസ് വാട്ടറാണ്. തീരെ നമ്മൾ വില കുറച്ച് കളയരുത്. റൈസ് വാട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്തിന് ഒരുപാട് സഹായിക്കുന്ന, ഏറ്റവും കൂടുതൽ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഒന്നാണ് റൈസ് വാട്ടർ. ഇത് ഞാൻ ഒരു ദിവസം എടുത്ത് പുറത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു അര കപ്പോളം റൈസ് വാട്ടറാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ബ്രിങ്കരാജ് അല്ലെന്നുണ്ടെങ്കിൽ കയ്യുണ്ണി എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ കയ്യോന്നി എന്നും പറയും. അപ്പോൾ അതിൻ്റെ ഇല ഞാൻ എടുത്തിട്ട് ഇതുപോലെ തണ്ടുകൂടെ കൂടിയിട്ട് അരച്ചെടുത്തതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നമുക്ക് ബ്രിങ്കരാജ് പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കയ്യുണ്ണി അവൈലബിൾ ഉള്ള സ്ഥലത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് ഒന്ന് ഉണക്കിയിട്ട് സൂക്ഷിച്ച് പൊടിച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്താണ്. ഇത് അരച്ചെടുത്ത് ഇതുപോലെ നമ്മൾ എടുക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നെല്ലിക്ക പൊടിയാണ്. പച്ച നെല്ലിക്ക ആണെന്നുണ്ടെങ്കിലും അരച്ച് ചേർക്കാം. നമുക്ക് എപ്പോഴും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നെല്ലിക്കയുടെ ഇതുപോലെ പൗഡർ ടൈപ്പ് വാങ്ങിക്കാൻ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണക്കി പൊടിച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെല്ലിക്ക പൊടിയാണ്. 3 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബ്രിങ്കരാജ് അല്ലെങ്കിൽ കയ്യുണ്ണി എടുത്ത് അരച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഒരു 2 വലിയ സ്പൂൺ നെല്ലിക്കയുടെ പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ റൈസ് വാട്ടർ, ഒരു ദിവസം നമ്മൾ എടുത്തു വെച്ച റൈസ് വാട്ടർ, ഇതിൽ ഉപ്പൊന്നും ചേർക്കരുത്. നമ്മൾ അല്ലാണ്ട് തന്നെ വെളിയിൽ എടുത്ത് വെക്കുക. ഞാൻ രാവിലെ എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴാണ് ഇത് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തീരെ അങ്ങോട്ട് വെള്ളം പോലെ ആവാതെ നമ്മൾ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഹെയറിൽ നമ്മൾ പുരട്ടുമ്പോൾ ഇത് ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ എണ്ണയൊക്കെ യൂസ് ചെയ്യുന്ന പോലെ കുറച്ച് തിക്കായിട്ട് എടുക്കുക. ഹെയറിൽ ഒരുപാട് ഡാൻഡ്രഫ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 സ്പൂൺ ആപ്പിൾ സീഡർ വിനിഗർ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അല്ലെന്നുണ്ടെങ്കിൽ അരമുറി നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ വേഗം നമ്മൾ ഡാൻഡ്രഫും റിമൂവ് ആവുന്നതാണ്. ഹെയർ ഗ്രോത്ത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്രയും മതിയാവും. അതിനുശേഷം നമ്മളുടെ സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെക്ഷൻ എടുത്തിട്ട് ആദ്യം സ്കാൽപ്പിൽ നന്നായിട്ട് പുരട്ടുക. അതിനുശേഷം ഹെയറിൽ മൊത്തമായിട്ടും പുരട്ടുക. ഈ സെയിം തന്നെ പാക്ക് നമ്മളുടെ പുരികത്തിലും നമുക്ക് പുരട്ടാവുന്നതാണ്. യാതൊരു ഇഷ്യൂവും ഇല്ല. നമുക്ക് നന്നായിട്ട് നമ്മളുടെ പുരികവും വളരാനായിട്ടും ഈ പാക്ക് നമ്മളെ സഹായിക്കും. ഞാൻ എൻ്റെ മോൾക്കാണ് ഇത് തേച്ച് കൊടുക്കുന്നത്. കുട്ടികൾക്ക് തേച്ച് കൊടുക്കണമെന്നില്ല. നമ്മളിപ്പോൾ കയ്യുണ്ണിയിട്ട എണ്ണയൊക്കെ കാച്ചുന്നത് വിധം ഒക്കെ അറിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള എണ്ണകളൊക്കെ വെച്ച് കൊടുത്താൽ മതി. കുഞ്ഞുങ്ങൾക്കുള്ള ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വിധം ഞാൻ മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഓയിൽ തന്നെയാണ് മോളുടെ ഹെയറിൽ വെക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ സ്കാൽപ്പിൽ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മളൊരു മിനിമം 15 മിനിറ്റെങ്കിലും നമ്മുടെ തലയിൽ ഇതുണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം കുറച്ചൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം നമുക്ക് കൂടുതൽ സമയം തലനീരിറക്കം ഒന്നും ഉണ്ടാവാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ സമയം നമ്മുടെ തലയിൽ ഇത് കീപ്പ് ചെയ്യാവുന്നതാണ്. ഏകദേശം അരമണിക്കൂറോളം നമ്മൾ മാക്സിമം നമുക്കൊരു അരമണിക്കൂറോളം വെച്ചാൽ മതി. അതിനുശേഷം നന്നായിട്ട് നമ്മൾ തണുത്ത വെള്ളത്തിൽ, എസ്പെഷ്യലി മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഴവെള്ളം പിടിച്ചു വെച്ചിട്ട് ആ വെള്ളത്തിൽ തല കഴുകുന്നതാണ് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാൻ ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് 1 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഹെയർ ഫോളിനുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം അഥവാ റൈസ് വാട്ടർ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തീരെ വില കുറച്ച് കാണരുത്. നന്നായിട്ട്, അതായത് ഫാസ്റ്റായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാൻ ഇത് സഹായിക്കും. അപ്പോൾ നന്നായിട്ട് നമ്മൾ സ്കാൽപ്പിലും തലയോട്ടിയിലും തേച്ച് മസാജ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ തലയിൽ ഹെന്ന നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യണ വിധം ഞാൻ മുൻപ് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾക്ക് കെട്ടി വയ്ക്കാവുന്നതാണ്. ഇപ്പം എൻ്റെ തലമുടി വെട്ടി തീരെ ഷോർട്ട് ആയതുകൊണ്ടാണ് ഞാൻ തലയിൽ പുരട്ടി അല്ലെന്നുണ്ടെങ്കിൽ സെക്ഷൻ എടുത്ത് കാണിച്ചു തരാത്തത്. അപ്പോൾ മോളുടെ തലയിൽ ഞാൻ മൊത്തം പുരട്ടി മുടിയിലും സ്കാൽപ്പിലും പുരട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണ്. നന്നായിട്ട് നമ്മളിതാ എന്താ പറയുക, തല മുട്ടയടിച്ച പോലെ നന്നായിട്ട് പുരട്ടി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഡ്രൈ ആവാനുള്ള സമയം വയ്ക്കുക.
ജെൻസിനും ഈ സെയിം രീതി തന്നെ നമ്മൾ ഹെയറിൽ പുരട്ടാവുന്നതാണ്. ജസ്റ്റ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക, അതുപോലെ ഹെയറിലും ഒരുപോലെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം 15 മുതൽ അരമണിക്കൂർ വെക്കുക. അതിനുശേഷം നമ്മളുടെ പ്ലെയിൻ വാട്ടറിൽ, നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഇത് ചെയ്യാൻ നോക്കുക. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന, ഫാസ്റ്റ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു റെമഡിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.